പ്രിയ ദൈവജനമേ, വചന സാക്ഷ്യം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരിലൂടെ സഭയെ നയിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും അങ്ങയുടെ ദൈവിക ചൈതന്യത്താൽ നിയന്ത്രിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യണമേ. തിരുസഭയുടെ അധികാരാതിർത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെയും അപ്പസ്തോലിക പ്രബോധനങ്ങളിലൂടെയും ഞങ്ങളുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിൽ ആഴപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്തസാക്ഷികളുടെ ധീരതയോടെ ക്രിസ്തുനാമത്തിന് സാക്ഷ്യം വഹിക്കുവാനും ലോകത്തിൻ്റെ പ്രതിസന്ധികളിൽ തളരാതെ സുവിശേഷത്തിൻ്റെ അജയ്യമായ പ്രകാശം പരത്തുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവായ ഈശോയുടെ രണ്ടാമത്തെ വരവിനായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും ആ നിമിഷത്തിനായി സകല ജനതകളെയും ഒരുക്കുവാൻ ഞങ്ങളെ ശുഷ്കാന്തിയുള്ള സുവിശേഷകരാക്കി തീർക്കണമേ. ഈ വചന വായന വിചിന്തന ധ്യാനത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശ്വസ്ത ദാസരായി മാറട്ടെ. മാറാനാഥ, കർത്താവേ, വേഗം വരണമേ. ആമേൻ. പ്രിയ ദൈവജനമേ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായങ്ങൾ 12, 13, 14 അധ്യായങ്ങൾ നമുക്ക് ഇപ്പോൾ വിചിന്തനം ചെയ്യാം. ഇതിലെ പ്രധാന പ്രമേയം വിശുദ്ധ പൗലോസ്ലീഹായുടെ ഒന്നാം മിഷനറി യാത്രയെ പറ്റിയാണ്. വിശുദ്ധ പൗലോസിനെയും ബർന്നബാസിനെയും പരിശുദ്ധാത്മാവ് ദൗത്യത്തിനായി വേർതിരിക്കുന്നതും അവർ വിവിധ നഗരങ്ങളിൽ സഭകൾ സ്ഥാപിക്കുന്നതുമാണ് ഇതിലെ കേന്ദ്ര വിഷയം. പ്രതിസന്ധികൾക്കിടയിലും സുവിശേഷത്തിന് ലഭിക്കുന്ന വിജയം ഇവിടെ വെളിപ്പെടുന്നു. അധ്യായം 12. ഹെറോദസ് രാജാവിന്റെ പീഡനങ്ങളും പത്രോസ് ലീഹായുടെ അത്ഭുതകരമായ മോചനവുമാണ് 12-ാം അധ്യായത്തിൽ നാം കാണുന്നത്. യാക്കോബ് സ്ലീഹ വധിക്കപ്പെട്ടപ്പോഴും സഭ പത്രോസിനായി ഉണർന്നു പ്രാർത്ഥിച്ചത് പ്രാർത്ഥനയുടെ ശക്തിയെ വെളിപ്പെടുത്തുന്നു. കാവൽക്കാരും ചങ്ങലകളും അസാധ്യമാക്കിയ തടവറയിൽ നിന്നും ദൈവദൂതൻ പത്രോസിനെ മോചിപ്പിച്ചത് ദൈവത്തിന്റെ സംരക്ഷണം പ്രഘോഷിക്കുന്നു. സഭയുടെ ശത്രുവായ ഹെറോദോസിന്റെ അന്ത്യം ദൈവത്തെ ധിക്കരിക്കുന്നവരുടെ പതനത്തെ ഓർമ്മിപ്പിക്കുന്നു. പീഡനങ്ങൾക്കിടയിലും ദൈവവചനം വളരുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പ്രതിസന്ധികളിൽ ഭയപ്പെടാതെ തളരാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ ഈ അധ്യായം ഈ തരുണത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. സഭയുടെ നിലനിൽപ്പ് മനുഷ്യശക്തിയിലല്ല, മറിച്ച് ദൈവത്തിന്റെ പരിപാലനയിലാണെന്ന് ഇത് തെളിയിക്കുന്നു. അധ്യായം 13. പൗലോസ് ലീഹായുടെ ഒന്നാം മിഷനറി യാത്രയുടെ ആരംഭമാണ് 13-ാം അധ്യായത്തിന്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവ് പൗലോസിനെയും ബർന്നബാസിനെയും പ്രത്യേക ദൗത്യത്തിനായി വേർതിരിക്കുന്നത് സഭയുടെ പ്രേക്ഷിത സ്വഭാവം വ്യക്തമാക്കുന്നു. അന്ത്യോക്യയിലെ സഭ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ശുശ്രൂഷയ്ക്കായി അയക്കുന്നത് മാതൃകാപരമാണ്. പിസീദിയായിലെ അന്ത്യോക്യയിൽ പൗലോസ് നടത്തുന്ന പ്രസംഗം രക്ഷാകര ചരിത്രത്തിന്റെ സംഗ്രഹമാണ്. യഹൂദർ വചനം നിരസിച്ചപ്പോൾ സുവിശേഷം പുറജാതികളിലേക്ക് തിരിയുന്നത് വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കി. എതിർപ്പുകൾക്കിടയിലും വിശ്വാസികൾ പരിശുദ്ധാത്മാവിനാലും സന്തോഷത്താലും നിറയപ്പെട്ടു. ദൈവവിളി തിരിച്ചറിയാനും അത് ധീരതയോടെ ലോകത്തോട് വിളിച്ചു പറയാനും ഈ അധ്യായം നമ്മെ പ്രചോദിപ്പിക്കുന്നു. അധ്യായം 14. ഇക്കോണിയം, ലിസ്ത്ര, ദെർബെ എന്നിവിടങ്ങളിലെ സുവിശേഷ പ്രഘോഷണവും പൗലോസ് ലീഹ നേരിട്ട കഠിനമായ പീഡനങ്ങളുമാണ് 14-ാം അധ്യായം വിവരിക്കുന്നത്. ലിസ്ത്രയിൽ വെച്ച് ഒരു മുടന്തനെ സുഖപ്പെടുത്തുന്ന ആ അത്ഭുത പ്രവൃത്തി ദൈവത്തിന്റെ ശക്തിയെ ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവങ്ങളായി തങ്ങളെ ആരാധിക്കാൻ വന്നവരെ തടഞ്ഞുകൊണ്ട് തങ്ങൾ വെറും മനുഷ്യരാണെന്ന് പ്രഖ്യാപിച്ച അപ്പസ്തോലന്മാരുടെ വിനയം അതീവ ശ്രദ്ധേയമാണ്. കല്ലേറ് ഏറ്റിട്ടും മരണത്തെ മുഖാഭിമുഖം കണ്ടിട്ടും സുവിശേഷത്തിനായി വീണ്ടും എഴുന്നേറ്റ് നടക്കുന്ന പൗലോസ് അചഞ്ചലമായ വിശ്വാസത്തിന്റെ പ്രതീകമാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ അനേകം കഷ്ടപ്പാടുകൾ നാം സഹിക്കേണ്ടതുണ്ട് എന്ന വലിയ സത്യം അവർ വിശ്വാസികളായ നമ്മെയും പഠിപ്പിക്കുന്നു. സഭകളിൽ മൂപ്പന്മാരെ നിയമിച്ചുകൊണ്ട് ചിട്ടയായ ഒരു സംവിധാനം അപ്പോസ്തലന്മാർ ഒരുക്കുന്നുണ്ട്. ഈ അധ്യായം പ്രേക്ഷിത ദൗത്യത്തിലെ സഹനങ്ങളെയും വിജയങ്ങളെയും ഒരുപോലെ കാണിച്ചു തരുന്നു. കർത്താവായ യേശുവിന്റെ ജീവിതവും മരണവും ഉത്ഥാനവും മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് പിതാവായ ദൈവത്തിലേക്ക് നയിക്കാനായിരുന്നു. അപ്പസ്തോലന്മാർ ലോകമെങ്ങും സുവിശേഷം അറിയിച്ചതുപോലെ ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കാൻ നിങ്ങളും ഞാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് വെക്കുമ്പോൾ അവയ്ക്ക് നിത്യമായ വില ലഭിക്കുന്നു. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ആത്മീയമായ ഒരുക്കത്തോടെ വേണം ഓരോ ദിവസവും ജീവിക്കാൻ.
അവിടുത്തെ മഹത്വപൂർണ്ണമായ മടങ്ങിവരവിൽ പങ്കുചേരാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഇപ്പോഴേ ഇന്നേ ദിവസം ശുദ്ധീകരിക്കാം. പാപവഴിയിൽ നിന്ന് പിന്തിരിഞ്ഞ് അനുതാപത്തിൻ്റെ കണ്ണുനീരോടെ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ സർവശക്തനായ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. നല്ല കുമ്പസാരത്തിലൂടെ ആത്മാവിനെ ഒരുക്കാനും വിശുദ്ധ കുർബാനയിലൂടെ ജീവനുള്ള ക്രിസ്തുവിനെ സ്വീകരിച്ച് വിശുദ്ധിയിൽ വളരാനും സന്മനസ്സുണ്ടാകട്ടെ. ലോകത്തിൻ്റെ മോഹങ്ങളെ വെടിഞ്ഞ് ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യം വെച്ച് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ പിതാവായ ദൈവം കൃപ നൽകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.